ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. അനീഷ്, റെന ഫാത്തിമ, ജിഷിൻ, അഭിലാഷ്, ഒനീൽ ഇവരെല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഈ സമയത്ത് മസ്താനിയും റെനയും ഒക്കെ അനീഷിനോട് പുള്ളിയുടെ കഥയിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അനീഷ് ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. BA മലയാളമായിരുന്നോ? മലയാളം അടിപൊളിയാണല്ലോ. ഗ്രാൻഡ് ഫാദറിൽ നിന്ന് കിട്ടിയതാണോ ഈ ഒരു ഇത്ര നല്ല മലയാളം? പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇനിയും ലൈഫ് പാർട്ണർ വേണ്ടെന്നാണോ, അതോ നല്ലൊരാൾ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്താനിയും റെനയും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് ഇതിന് എപ്പോഴും പറയുന്ന പോലുള്ളൊരു മറുപടി പറയുന്നുണ്ട്. എനിക്കിനി എൻ്റെ ലൈഫിൽ ഒരു ലൈഫ് പാർട്ണർ ഇല്ല, ഞാൻ ഇനി കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. അനീഷ് ഇങ്ങനെ വളരെ പ്രോംപ്റ്റ് ആയിട്ട് ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് കേട്ടിട്ട് ജിഷിൻ വെറുതെ എണീറ്റൊരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിന്റെ കേടാണെന്ന് അറിയത്തില്ല. അല്ലാത്തപ്പോ ചോദിക്കുമ്പോൾ ഇവനൊരു കാര്യത്തിന് ഉത്തരം പറയാറില്ല. ഇതിപ്പോ ഇവന്റെ ലൈഫിലെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാനായിട്ട് ഇവൻ സംസാരിക്കുവാണ്, നിങ്ങൾ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തോ ഷോ ഇറക്കിയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ജിഷിൻ എണീറ്റ് പോകുന്നുണ്ട്. അനീഷിനെ ഇളക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞ രീതി തെറ്റിപ്പോയി. എങ്ങനെയെങ്കിലും അനീഷിന്റെ വായിൽ നിന്ന് ഡിവോഴ്സിനെ പറ്റിയും പേഴ്സണൽ ലൈഫിനെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് അത് വെച്ചിട്ട് ഇവർക്ക് ഗെയിം കളിക്കണം. പ്രതീക്ഷിച്ച പോലെ തന്നെ അധികം വൈകാതെ റെന ഇതിലേക്ക് തന്നെ വരുന്നുണ്ട്. വിവാഹമോചനത്തിൽ രണ്ടുപേരുടെയും തെറ്റുണ്ട് എന്ന് ചേട്ടൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ചേട്ടൻ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കൊണസ്റ്റ് ചോദ്യങ്ങളൊക്കെ റെന ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത് ഇതാണ്, ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ്. അതേപോലെ ഈ വിവാഹമോചനം എന്ന് പറയുന്നതും രണ്ടുപേരും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ്. അത്ര പെട്ടെന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല അനീഷ പറഞ്ഞത്. അത്രയേറെ മീനിങ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വിവാഹത്തിനും വിവാഹമോചനത്തിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെന്റ് തന്നെയാണ്, രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും സിമ്പിൾ ആണ്. കല്യാണം കഴിക്കാനും കല്യാണം വേണ്ടെന്ന് വെക്കാനും മോചിപ്പിക്കാനും ഒക്കെ അത്രയധികം എളുപ്പമാണ്. അപ്പൊ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു 4 വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അനീഷ് പറയുന്ന ഒരു കാര്യം സെൽഫ് ലവിനെ പറ്റി ആണ്. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ റെനെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്, കൈ കഴുകാനോ മറ്റോ. അങ്ങനെ ഈ ഒരു ഡിസ്കഷൻ അവിടെ അവസാനിക്കുന്നത്. എന്തായാലും ലൈവിൽ ഇതൊരു ചെറിയ രീതിയിലൊരു തർക്കമാവുന്നുണ്ട്. വലിയ ഡിസ്കഷൻ ആയിരുന്നില്ല, ഇതൊരു ആർഗ്യുമെന്റ് ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.